അവിടുത്തെ കൗൺസിലർ ശ്രീ ആന്റണി എന്നോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആന്റണിയും, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ടോ? ഇത് ഇന്ന് പുതിയാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കാനുള്ള വെടിക്കെട്ടിന് ഉത്സവത്തോടനുബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ള വെടിക്കെട്ട് ഉപകരണങ്ങളാണ് ഇവിടെ സ്ഫോടനം നടന്നത്. ഇവിടെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുമ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ അടുത്തുള്ള ഒരാൾ എന്നെ വിളിച്ച് ശബ്ദം കേട്ടു, ഇങ്ങനെ വീടിന്റെ വാതിലുകളൊക്കെ തുറന്നു പോയി, തല തേടിച്ചു മരവിച്ചു പോയി, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അന്വേഷിക്കാൻ ഇവിടെ വന്നത്. അപ്പോഴാണ് ഈ അപകട വിവരം അറിഞ്ഞത്. ഏതാണ്ട് 6 പേര് ആശുപത്രിയിലുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 2 പേര് തൃപ്പൂണിത്തുറയിലും 4 പേര് എറണാകുളം മെഡിക്കൽ ടെസ്റ്റിലും. 2 പേരുടെ നില എന്തോ ഇതിൽ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. പോലീസും ഫയർഫോഴ്സും എല്ലാവരും വന്ന് തീയണയ്ക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. SCP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരും നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ അപകടം എങ്ങനെ ഉണ്ടായത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാഥമിക ധാരണയോ മറ്റോ ഉണ്ടോ? അത് ആ വാഹനത്തിൽ എന്തോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അത് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീ ആന്റണി. എന്തായാലും വലിയ അപകടം ഉണ്ടായി എന്ന് വിചാരിക്കണം. ഈ റാഫി എന്നോടൊപ്പം തുടരുന്നു. റാഫി, ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്തിൻ്റെ സ്വഭാവം എന്താണ്? ആളുകൾ വലിയ ഒരു സജീവമായ ഒരു ആളുകൾ ഇടപെടുന്ന ഡെൻസിറ്റി ഉള്ള സ്ഥലമാണോ? ഒരു എന്താ പറയുന്നത്, കൂടുതൽ വീടുകളൊക്കെ ഉള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണോ? ഏത് സ്വഭാവമുള്ള സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്?